വെൽക്കം ടു എൻട്രി ജർമ്മൻ. ഞാൻ ജാക്ക് ഫ്രാങ്ക് ജെയിംസ്. ഇത് നമ്മുടെ സീരീസിന്റെ 10ാമത്തെ ദിവസം അവസാനത്തെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ ഭയങ്കര ആകാംക്ഷയിലായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിനെ കുറിച്ചാണ്. ജർമ്മനിൽ എങ്ങനെ എനിക്കത് ഇഷ്ടമാണ്, എനിക്കത് ഇഷ്ടമല്ല എന്നെങ്ങനെ പറയും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന സെന്റൻസ് ഇങ്ങനെയാണ്: ഇഷ്മാക്ക് കഫേ എന്നുള്ളതാണ്. എന്താണ് ഇഷ്മാക്ക് കഫേ എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താണ് മാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ മാക്ക് എന്ന് പറയുന്നത് മ്യോഗൻ എന്ന് പറയുന്ന ഒരു വെർബിന്റെ കോൺജുഗേഷൻ ആണ്. എന്താണ് മ്യോഗൻ? ഇതൊരു മോഡൽ വെർബായിട്ട് പറയും. അതുപോലെ തന്നെ നൗൺസിന്റെ കൂടെ വരുമ്പോൾ നമ്മൾ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാറില്ല. ഇങ്ങനെ ഒരു രീതിയിലാണ് ജർമ്മൻസ് കൂടുതലായിട്ട് മ്യോഗൻ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാറുള്ളത് എന്ന് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അപ്പം മ്യോഗന്റെ കോൺജുഗേറ്റ് ചെയ്യുന്ന വേർഡാണ് മാക്ക് എന്ന് പറയുന്നത്. അപ്പം ഇഷ് മാക്ക് കഫേ എന്ന് പറയാണ്. അപ്പം ഐ ലൈക്ക് കോഫി. അപ്പം എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ഫ്രേസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പേരിന്റെ അവിടെ കഫേക്ക് പകരം നമ്മൾ ഏത് നൗൺ കൊടുത്താലും അതെനിക്കത് ഇഷ്ടമാണ്, ഐ ലൈക്ക് എന്ന് പറയുന്ന ഒരു മീനിങ്ങിലോട്ട് അത് മാറാറ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ പിസ്സയാണെന്ന് വിചാരിക്കാം. എന്ത് പറയാം? ഇഷ്മാക്ക് പിസ്സ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇഷ്ടമുള്ളത് ഒരു പേനയാണെന്ന്. അപ്പോൾ എന്താണ്? ഇഷ്മാക്ക് കുലി. എനിക്ക് പേന ഒത്തിരി ഇഷ്ടമാണ്. ഓക്കെ. പെൻസിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പേന ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഇഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവും അല്ലേ? ക്ലിയർ. അപ്പോൾ ആ ഇഷ്ടങ്ങൾ പറയുമ്പോൾ ഈ ഒരു കഫേ എന്ന് എഴുതിയിരിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് വേണമെങ്കിലും ഈ ഒരു വേർഡിൽ കൊടുക്കുക. ഒരു നൗൺ ആയിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഒരു നൗൺ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ചോക്ലേറ്റ്സ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെ പറയും? ഇഷ്മാക്ക് ഷോക്കോലാഡ് എന്ന് പറയും. ഇഷ്മാക്ക് ഷോക്കോലാഡ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇഷ്ടമുള്ളതിന് പറയാൻ ഇഷ്മാക്ക് എന്ന് പറയുന്ന ഒരു ഫ്രേസിന്റെ കൂടെ നൗൺ ചേർത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി സെക്കൻഡ് വൺ നമ്മൾ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയണം. അപ്പം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൈൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. എന്ത് ഉപയോഗിക്കാം? കൈൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഇഷ്മാക്ക് കൈൻ ഫ്ലൈഷ്. ഫ്ലൈഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഓക്കെ, മീറ്റാണ്. ഓക്കെ, എനിക്ക് ഇറച്ചി ഇഷ്ടമല്ല എന്നുള്ളത് പറയാം. എനിക്ക് ഫ്ലൈഷ് ഇഷ്ടമല്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയായിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. എനിക്ക് ഫ്ലൈഷ് താല്പര്യമില്ല, ഇഷ്ടമില്ല എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം ഇഷ്മാക്ക് കൈൻ ഫ്ലൈഷ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടപ്പം ഒരു നൗൺ മാത്രം ചേർത്തു, കൈൻ എന്ന് പറഞ്ഞ വേർഡ് ചേർക്കാതിരുന്നപ്പോൾ അത് ഇഷ്ടമായി. അത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ കൈൻ എന്ന് പറയുന്ന ഒരു വേർഡ് ചേർത്തു. നെഗാസിയോൺസ് വ്യോട്ടർ എന്നാണ് പറയാം, നെഗേഷൻ ചെയ്യാന്ന് പറയും. ക്ലിയർ. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ പറയും. ഒന്ന് കൈൻ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ നമ്മൾ കൈനെ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. കൈൻ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് ഇവിടെ ദസ് ഫ്ലൈഷ് എന്ന് പറയുന്ന ഒരു നോമനാണ്, അതുകൊണ്ട് അവിടെ കൈൻ ഉപയോഗിച്ചു. ഇനിയിപ്പോൾ പ്ലൂറൽ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ എന്താണ് ഫെമിനിൻ ആയിട്ട് വരുന്ന ഒരു നോമൻ ആണെങ്കിൽ ഇപ്പൊ പൂക്കൾ എന്ന് പറയുന്ന ബ്ലൂമേ എന്ന് നമ്മൾ പറയും. ഫ്ലവറിന് എന്താ പറയാം? ബ്ലൂമ്. ഓക്കെ, അപ്പൊ ബ്ലൂമേ എന്ന് പറയാം. ബ്ലൂമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ബ്ലൂമേ എന്നാണ് അതിനെ പറയാം. അപ്പൊ എനിക്ക് ഫ്ലവർ ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ പറയും? ഇഷ്മാക്ക് കൈന് ബ്ലൂമ്. ക്ലിയർ. ഇതിന്റെ ഗ്രാമാറ്റിക്കിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കണില്ല. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റു വീഡിയോസിലൊക്കെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ക്ലിയർ ആക്കേണ്ട എത്രയേ ഉള്ളൂ, കൈനെന്നോ കൈനെന്നോ നമ്മൾ ഉപയോഗിക്കും. പിന്നെ ചില സമയങ്ങളിൽ എന്താ വരിക? ഇത് അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ദെയർ വരുമ്പോൾ കൈനൻ എന്നുള്ള രീതിയിൽ വരും. അത് നമ്മൾ മുന്നത്തെ വീഡിയോസ് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ അക്യൂസേറ്റീവ്, ഡാറ്റീവ്, നോമിനേറ്റീവ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ കുറച്ചും കൂടി ഐഡിയ നിങ്ങൾക്ക് അതിൻ്റെ കിട്ടും. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടതാണ് കൈൻ എന്ന് പറഞ്ഞ വേർഡ് ചേർത്തപ്പോൾ ഐ ഡോണ്ട് ലൈക്ക് മീറ്റ്, ഐ ഡോണ്ട് ലൈക്ക് ഫ്ലവർ എന്ന് പറയുന്ന മീനിലേക്ക് വന്നു. ക്ലിയർ ആയോ? അപ്പോൾ ലൈക്ക് പറയാനും ഡിസ്ലൈക്ക് പറയാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ സെന്റൻസിലേക്ക് വരാം. അതിങ്ങനെയാണ്: ഐ ലവ് ട്രാവലിംഗ്. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് എന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഇങ്ങനെയാണ്: ഇഷ് ലീബ് റൈസൻ. ഇഷ് ലീബ് റൈസൻ. അപ്പോൾ നോക്കിക്കേ, ഇഷ് ലീബ് റൈസൻ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ. അപ്പോൾ അതൊരു ഇഷ്ടങ്ങളെ നമ്മൾ മാക്ക് എന്ന് പറയുന്ന മ്യോഗൻ എന്ന് പറയുന്ന ഒരു വെച്ച് ലൈക്ക് എന്ന് തന്നെ പറയണമെന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം, അത് നമുക്ക് ഈ രീതിയിലും ഇഷ്ടപ്പെടാം. ഐ ലവ് ട്രാവലിംഗ് എന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഇഷ്ടമല്ല നമ്മൾ എക്സ്പ്രസ് ചെയ്യണേ. ഇങ്ങനെയും നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവിടെ നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്കിപ്പോൾ ഇഷ്ടമാണെന്ന് പറയാം, ഐ ഫൈൻഡ് ജർമ്മൻ ഇൻട്രസ്റ്റിംഗ്. നിങ്ങളിപ്പോൾ ഇത്ര ദിവസം ജർമ്മന്റെ കാര്യങ്ങൾ പഠിച്ചു, 10ാമത്തെ ദിവസം എത്തിയല്ലോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജർമ്മൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയണം? ജർമ്മൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെനിക്ക് ഇഷ്ടമുണ്ടെന്നല്ല അവിടെ എക്സ്പ്രസ് ചെയ്യണേ. അതെങ്ങനെ നമ്മൾ പറയാൻ നോക്കാം. ശ്രദ്ധിക്കുക. ഇഷ് ഫിൻഡ് ഡോയ്ഷ് ഇൻറ്ററസാന്റ്. എങ്ങനെ പറയാം? ഇഷ് ഫിൻഡ് ഡോയ്ഷ്
ഇൻട്രസാൻഡ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വേർഡായിട്ടാണ് ജർമ്മനിൽ കാണുക. ഡോയ്ഷ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ആണ്. അപ്പോൾ ഐ ഫൈൻഡ് ജർമ്മൻ ഇൻട്രസ്റ്റിംഗ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അതെനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അതിനെ നമ്മൾ പരിഗണിക്കുന്നത്. അപ്പം ഇങ്ങനെയും നമുക്ക് നമ്മുടെ ലൈക്സിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, എനിക്ക് ട്രാഫിക് ജാംസ് ഇഷ്ടമല്ല. ഐ ഹേറ്റ് ട്രാഫിക് ജാംസ് എന്നുള്ളതാണ്. അപ്പോൾ ഹെയ്റ്റ് എന്ന് പറയാനായിട്ട് ജർമ്മനിൽ ഉപയോഗിക്കുന്നത് ഹസ്സ എന്ന് പറയുന്ന ഒരു വേർഡാണ്. ക്ലിയർ? അപ്പോൾ ഇഷ് ഹസ്സ ദെൻ സ്റ്റൗ എന്നാണ് പറയണത്. എന്താ പറയാ? ഇഷ് ഹസ്സ ദെൻ സ്റ്റൗ. ഇനിയിപ്പോൾ ഈ ദേനെ പറയാതെയും സംടൈംസ് നോർമലായിട്ട് ജർമ്മൻസ് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെ പറയും? കോൺവെർസേഷൻസ് ഒക്കെ വരുമ്പോൾ ദേൻ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടവർ പറയും എന്ത്? ഇഷ് ഹസ്സ സ്റ്റൗ. സ്റ്റൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് ജാം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് അഞ്ചും കൂടി നമുക്ക് ഒരുമിച്ചൊന്ന് വായിച്ചു നോക്കിയാലോ? ദ ഫസ്റ്റ് വൺ, ഇഷ് മാക് കഫേ. ഐ ലൈക്ക് കോഫി. ദെൻ നെക്സ്റ്റ് വൺ, ഇഷ് മാക് കൈൻ ഫ്ലൈഷ്. എനിക്ക് ഫ്ലൈഷ് ഒന്നും ഇഷ്ടമല്ല. ദെൻ തേർഡ് വൺ, ഇഷ് ലീബ് റൈസൻ. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. ഇഷ് ഫിൻഡ് ഡോയ്ഷ് ഇൻട്രസാൻറ്റ്. ജർമ്മൻ എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇനി ലാസ്റ്റ് വൺ, ഇഷ് ഹസ്സ ദെൻ സ്റ്റൗ. എനിക്ക് ട്രാഫിക് ജാംസ് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ജർമ്മനിൽ നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ തരുന്നത് ഇങ്ങനെയാണ്. ഒരു 3 ലൈക്സ് നിങ്ങൾ നിങ്ങളുടെ കമന്റിൽ എഴുതണം. അതായത് ഈ യൂട്യൂബിന്റെ താഴെ കൊടുത്തിരിക്കുന്ന കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾ അതിൻ്റെ കൂടെ എഴുതാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഈ കണ്ട സെന്റൻസിന്റെ ഫോർമാറ്റിൽ നൗണിനെ മാറ്റിയിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, ശരിയോ തെറ്റോ ആവാം, പക്ഷെ ശ്രമിക്കുന്നത് എപ്പോഴും വളരെ നല്ലൊരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഷ് മാക് മുസീക്, ഇഷ് ലീബ് ടാൻസൻ, ഇഷ് ഹസ്സെ റേഗൻ. ക്ലിയർ? അപ്പം ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടങ്ങളും നിങ്ങളുടെ ഡിസ്ലൈക്സും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. പിന്നെ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ പോവാണ്. അതായത് ഈ ഒരു 10 ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും ബേസിക് ജർമ്മനെ കുറിച്ച് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ വരും. അതിങ്ങനെയായിരിക്കും. അതായത് നമ്മുടെ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ദിവസത്തെ ക്ലാസ്സുകളെ ആസ്പദമാക്കി നമ്മളൊരു ലൈവ് സെഷൻ നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ലൈവ് സെഷന് ചിലപ്പോൾ ഒരു 40-45 മിനിറ്റ്സ് ലൈവ് സെഷൻ ആയിരിക്കും. നമുക്ക് ഇൻട്രാക്ട് ചെയ്തിട്ട് നമ്മൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഗൂഗിൾ മീറ്റിൽ വരുന്നു, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു. അതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈവ് ഫ്രീ ആയിട്ടൊരു ലൈവ് നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യാണ്. അപ്പോൾ മറക്കണ്ട, താഴെ മെറ്റീരിയൽസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ആ ലൈവ് ലിങ്കിൽ, അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ടീം നിങ്ങളെ ഇൻഫോം ചെയ്യും എന്നാണ് നമ്മുടെ ലൈവ് സെഷൻ എന്നുള്ളത്. അപ്പോൾ ആ ടീമിൽ ഇൻഫോർമേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ആ ലൈവിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ അവർ കമ്മ്യൂണിറ്റി. എൻട്രി ജർമ്മനി ഈസ് വെയിറ്റിംഗ് ഫോർ യു പീപ്പിൾ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി കാണുന്നത് വരയ്ക്ക് ചൂസ്.